JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് 1/9/2025 വന്ന വിജ്ഞാപനമായിരുന്നു. 30/9/2025 വരെയായിരുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അപേക്ഷാ തീയതി 22/10/2025 വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട്. പല ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പരാതി സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീയതി നീട്ടിയത്. നമുക്കതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 074/2025 ആണ്. തസ്തികയുടെ പേര് LD ക്ലർക്ക്. ദേവസ്വം ബോർഡിന്റെ പേര് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയാണ്. ശമ്പള സ്കെയിൽ 18,000 41,500 ആണ്. യോഗ്യത, ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. സ്കിൽസ് എക്സ്റ്റൻഷൻസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം നിലവിൽ 1 ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലനിൽക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിനു ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ്. നിലവിൽ ഒരു ഒഴിവാണ് ഉള്ളത്. മുമ്പോട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും നിയമനങ്ങളും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കുമെന്നുള്ള കാര്യം തന്നെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. 18 to 40 ആണ് ഏജ് ലിമിറ്റ്. ഉദ്യോഗാർത്ഥികൾ 1/1/2007 1/1/1985 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. വയസ്സിളവ് സംബന്ധിച്ച വ്യവസ്ഥകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റെഗുലേഷൻസ് 2016 അപ്പൻഡിക്സ് 3B വിജ്ഞാപനത്തിന് പാർട്ട് 2 പൊതുവ്യവസ്ഥകൾ 2ാം ഖണ്ഡിക കാണുക. ഇപ്പോൾ പരീക്ഷാ ഫീസ് 500 രൂപയാണ്. തുക അടയ്ക്കേണ്ട SC 250 രൂപ, STക്ക് 250 രൂപയും OBCക്ക് 500 രൂപയാണ്. ജനറൽ EWS 500 രൂപയാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൽ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായിട്ട് തുക അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 22/10/2025 നീട്ടിയിട്ടുണ്ട്. അതിന്റെ അറിയിപ്പാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് 1/9/2025 വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ച തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വങ്ങളിൽ 37 തസ്തികകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്ന അവസാന തീയതി 22/10/2025 മുതൽ ബുധൻ വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ www.kdrb.kerala.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി റാങ്ക് ഫയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നമസ്കാരം.